ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് അടിപൊളി ഒരു ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി എന്തൊക്കെ നോക്കാം. നമുക്ക് സബോള വേണം. ഒരു 1.5 സബോള ചെറുത് ഞാൻ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി. കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, പിന്നെ 2 തക്കാളി, എല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ്. വെളുത്തുള്ളി ഒരു കുട എടുത്തു. പിന്നെ വന്നിട്ട് ഇഞ്ചി ഒരു വലിയ പീസും. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്താണ്. അത് 4 ആക്കുക, 5 ആക്കുക, അല്ലെങ്കിൽ ഇടട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് അവരവൻ്റെ ഓപ്ഷനിലാണ്. അപ്പോൾ സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചിക്കൻ, പിന്നെ ഉരുളക്കിഴങ്ങ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, ഇത് ഞാൻ പൊടിച്ച മുളക് പൊടിയാണ്. അപ്പോൾ അത് എരിവിനനുസരിച്ച് ഇടാം. പിന്നെ മല്ലിപ്പൊടി ഒരു 4 സ്പൂണാണ് നമുക്കിവിടെ ആവശ്യം. 4 സ്പൂൺ ഇടുക. പിന്നെ പട്ടഗ്രാമ്പ് പൊടി, ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പട്ട എത്ര എടുക്കണം അതിൻ്റെ എല്ലാത്തിൻ്റെ കാൽ ഭാഗമായിട്ടാണ് ഗ്രാമ്പു ഏലയ്ക്ക എടുത്തിട്ട് പൊടിച്ച് വെക്കുന്നത്. അത് കടകളിലും അവൈലബിൾ ആണ്, ഗരം മസാല പറഞ്ഞ് കിട്ടും. അതുപോലെ പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ്, പിന്നെ ഒരു തേങ്ങയാണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത്. ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ച ശേഷം നല്ല കുക്കർ ചൂടായ ശേഷം നമുക്കതിലേക്ക് ഓയിൽ ചെറിയ ബൗളിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാവണം. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2 ചെറിയ പട്ടയും ഒരു 3 ഏലയ്ക്ക, ഒരു 3 ഗ്രാമ്പ്, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അതൊന്ന് പൊട്ടി വരുന്ന സമയം, കരിയാൻ പാടില്ല, ഒന്ന് ഇട്ട് ചൂട്ടിൽ ഒന്നാവില്ലേ, ആ സമയത്ത് നമുക്ക് പിന്നെ സബോളയാണ് ഇടേണ്ടത്. ഒരു 1.5 സബോള നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് നമ്മൾ കുക്കറിൽ ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. സബോള ഒരു ബ്രൗണീഷ് കളറാവണം, അതുവരെ നന്നായിട്ട് വഴറ്റണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വഴണ്ട് ഒരു 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 ബ്രൗൺ കളർ, അതിൻ്റെ കളർ ഒരുപാട് കരിയാതെയും ഒരു ബ്രൗൺ കളറിൽ വരണം. അതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട സബോള ഇത് നന്നായിട്ട് വേഗത്തിൽ തന്നെ ഇത് വഴഴും. അപ്പോൾ വഴറ്റിയ രൂപത്തിലാവും. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട ശേഷം നന്നായിട്ട് വഴറ്റുക. അപ്പോൾ തന്നെ സബോളയുടെ കളറ് നമുക്ക് ചേഞ്ച് ആവും. അതുവരെയും നന്നായിട്ട് ഇളക്കിയ ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 പച്ചമുളക് കീറൊന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിന് മേലത്തത് പൊട്ടിച്ചിട്ട് 2 പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നമ്മളിടാൻ പോണത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഒരു കുട വെളുത്തുള്ളി, ഒരു വലിയൊരു ഇതിൽ ഒരു വെളുത്തുള്ളി, അത് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അരച്ചതാണ്. അതും നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കണം. മെയിൻ ഇതിൽ അതിൻ്റെ പച്ച ചുവ പോണ വരെ നന്നായിട്ട് മിക്സ് ആക്കണം. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മളത് വഴറ്റിയെടുക്കണം. ഉള്ളിയിൽ തന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇതാവണം. പച്ചമുളകും പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ഒരു വലിയൊരു ഇഞ്ചി നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയതാണ്. അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. തീ കൂട്ടാൻ പാടില്ല, അതാണ് നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത്, കരിയും. അപ്പോൾ നമ്മൾ വെള്ളമൊന്നുമില്ല, എണ്ണ അളവിന് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അത് കാരണം കരിയാതെ തന്നെ നോക്കണം. നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ച ചുവ പോകുന്നത് വരെയും നമ്മൾ മിക്സ് ആക്കുമ്പോൾ അത് സവോള നന്നായിട്ട് വഴണ്ടതല്ലേ, അതൊക്കെ ഉടഞ്ഞ് ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ടാവും. നന്നായിട്ട് പിന്നെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ഇടുക. എന്നിട്ട് അതൊന്നും കൂടെ മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ തീ നമ്മൾ കുറവാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റണം. വഴറ്റിയ ശേഷം നമ്മൾ തക്കാളിയാണ് എല്ലാവരും ഇടുക. പക്ഷേ തക്കാളി ഇടുന്നതിന് മുമ്പ് തന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. തക്കാളി ഇട്ട ശേഷം മുളക് പൊടി ഇടുന്ന സമയത്ത് അങ്ങനെ ഒരു ഇതില്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ആദ്യം മുളക് പൊടി ഞാനൊരു വീട്ടിൽ പൊടിച്ചത് കാരണം ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 4 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ 1 സ്പൂണ് ഗരം മസാലയും, അത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് അതൊരു ബ്രൗൺ കളറാവും. കാരണം ഈ പൊടിയൊക്കെ ഇട്ടതും ഈ സബോളയും തക്കാളിയൊക്കെ കൂടി മിക്സാക്കിയത്, തക്കാളിയല്ല ഇതെല്ലാം ഇട്ടുകൊണ്ട് മിക്സാക്കി നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരണം. എന്നിട്ടാണ് നമ്മൾ തക്കാളി ഇടുക. അപ്പോൾ ആ കളർ അങ്ങനെ തന്നെ ഉണ്ടാവും, ഒരു കളറിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എനിക്ക് ആരോ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോണു. അപ്പോൾ തക്കാളി ഇതിന് ശേഷമാണ് ഞാൻ ഇടുക. അപ്പോൾ 2 പീസ് തക്കാളി,
അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാവണം. അപ്പോഴാണ് തക്കാളി ഇടുക. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ചിലർ നമുക്കിതിൽ പഞ്ചസാര ഒരു പൊട്ട് ഇടും. അതും നമ്മൾ മധുരവും എരിവൊക്കെ കൂടെ ബാലൻസ് ചെയ്തിട്ട് വരും. ഞാൻ ഇതിൽ പഞ്ചസാര യൂസ് ചെയ്തിട്ടില്ല. അത് ഒരു ശകലം നമ്മൾ ഇടുക കേട്ടോ. പക്ഷെ ഞാൻ ഇതിൽ വെറും തക്കാളി മാത്രം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. തക്കാളി ആ പേസ്റ്റിൽ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് ചേരണം. അതുവരെയും നന്നായിട്ട്. അപ്പം തന്നെ കളറ് കണ്ട ആ ഒരു ഇതിൻ്റെ കളറ് നമ്മളൊരു ബ്രൗൺ കളറ് നമുക്കിതിന്ന് ലഭിക്കുന്നതാണ്. നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ എന്താ ഈ കളർ ഷേപ്പ് ഈ കളറിൽ വരണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് അതിലിടുക. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. ആ 3 ഉരുളക്കിഴങ്ങും അതുപോലെ കഴുകി വെച്ച ചിക്കൻ 1 കിലോ ചിക്കനും കൂടി നന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ആക്കണം. വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കണ്ട. നമ്മളിട്ട മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പ് ഇട്ടിടണം. എന്നിട്ട് ആ ഉപ്പ് നന്നായിട്ട് എല്ലാവിടെയും എത്തണമല്ലോ. മസാല വന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിലും ചിക്കനിലൊക്കെ നന്നായിട്ട് ആവണ പോലെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഈ രൂപത്തിലാക്കിയ ശേഷം കുറച്ച് വെള്ളം, കാരണം അതൊരു ഉരുളക്കിഴങ്ങ് വേവണമല്ലോ. കാരണം ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെ കമ്മിയാക്കി വെച്ചാലും വെള്ളം ആ ചിക്കനിൽ നിന്ന് വരും. അപ്പോൾ കുറച്ച് വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ 2 വിസിലിട്ടിട്ട് അപ്പം തന്നെ പ്രഷർ എടുത്ത് വെച്ചാൽ കറക്റ്റ് വേവായിരിക്കും. ഇല്ലെങ്കിൽ കുക്കറിൽ ചിക്കൻ വെക്കണമെങ്കിൽ ഒരൊറ്റ വിസിൽ വെച്ചിട്ട് ഫുള്ളും പ്രഷർ വിടാം. ഇത് പക്ഷേ ഇത് 2 വിസിൽ ഞാൻ വെക്കുന്നത്. 2 വിസിൽ വെച്ചിട്ട് അപ്പം തന്നെ പ്രഷർ എടുത്ത് വിടണം. അപ്പോൾ ഉരുളക്കിഴങ്ങാലും ശരിയും ചിക്കൻ്റെ പാകവും കറക്റ്റ് ലെവലായിരിക്കും. ഇത് ഞാൻ ഓഫീസിലേക്ക് പോകണ കാരണം അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഗ്യാസ് ഓഫാക്കിയ ശേഷം വിസിലെടുത്ത് വിടണം. അപ്പം തന്നെ വിസിലെടുത്ത് വിട്ടാൽ നോക്കിക്കോളേ കറക്റ്റായിരിക്കും. ചിക്കൻ ഒരുപാട് ഉടയുമില്ല, ഉരുളക്കിഴങ്ങ് രണ്ടും സെയിം വേവിൽ നമുക്ക് അതിൽ കിട്ടും. കണ്ട ഒരുപാട് ഉടയുമില്ല, ഒന്നും ചെയ്യില്ല. നല്ലൊരു അളവാണിത്. അപ്പോൾ 2 വിസിൽ വിട്ടിട്ട് അപ്പം തന്നെ പ്രഷർ എടുത്ത് വിടണം. അത് ആരും മറക്കണ്ട കുക്കറിൽ വെക്കുകയാണെങ്കിൽ. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതൊരു കപ്പിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച ശേഷം അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. ഒരുപാട് തേങ്ങ ഇട്ട് വെച്ചാൽ അത് തേങ്ങ ഒരു കുത്തും, അത് ഒരു പിരിപിരി പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. ഒരുപാട് മിക്സ് ആക്കണ്ട. ആ വെള്ളം തേങ്ങയിലാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് നല്ല തിള വരണം. അതുവരെ നമ്മൾ അതിനെ അടച്ച് വയ്ക്കുക. ഒരു അടുപ്പം കൊണ്ട് അടച്ചു വെച്ചിട്ട് തീ ഫ്ലെയിമിൽ കൂട്ടി വയ്ക്കുക. അപ്പോൾ ഇതാ ഈ ലെവലിൽ നന്നായിട്ട് തിളച്ച് മറിയണം ചാറ്. നല്ല തിളച്ച് മറിയുമ്പോൾ നമ്മൾ അപ്പോഴേ അരിഞ്ഞ് വെച്ചാൽ കുറച്ച് മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട്. ആ മല്ലിയിലയും കൂടി ഇട്ടാൽ അടിപൊളി ഒരു ചിക്കൻ കുറുമ. നമ്മൾ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും കഴിക്കാം. നെയ്ച്ചോർക്കോ പത്തിരിക്കോ പൊറോട്ട, നൂൽപുട്ട്, പിന്നെ അതുപോലെ തന്നെ കുറ്റിപ്പുട്ട്, എന്തിലും ഈ കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്. പൊറോട്ടയ്ക്കാണ് ഞാൻ ഈ കോമ്പിനേഷൻ ചെയ്യണത്. അടിപൊളി കോമ്പിനേഷനായി. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ വിഭവം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.